കലത്തിനടി വെച്ചിട്ടുണ്ടെന്നാ കേട്ടെ. അവിടെ നഗറ്റ്സ് വന്നിട്ടുണ്ട്, അതെടുക്കാൻ പോവാം. വാ. നഗറ്റ്സ് മൂഞ്ചു ആണോ? അയ്യോ തീർന്നു പോയി, നഗറ്റ്സ് തീർന്നു പോയി. ഇനി അടുത്ത റൗട്ട് വരുമ്പോഴത്തേക്കും നോക്കണം. അവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക്. വരും വരും വരും. അടുത്ത ഓണം തട്ടുമെന്നാ തോന്നുന്നു. ഇവിടെ നേരത്തെ നഗറ്റ്സ് ഇരുന്നത്, ഇവിടെ ഇരുന്നത്. അതെ, അവിടെ ഇപ്പൊ ക്ലാസ് അവിടെ തന്നെ വരും. മനു വന്ന് നഗറ്റ്സ് എടുത്തോണ്ട് പോയി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് ആദ്യം ഒരെണ്ണം കിട്ടിയായിരുന്നു, പിന്നെ ഞങ്ങൾ രണ്ടാമത് കിട്ടിയത് ഞങ്ങൾ കഴിച്ചു. അതിന്റെ കുറച്ചാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ രണ്ടാമത് എടുത്താനാ ഈ നിൽക്കുന്നത്. മനുവിന് കിട്ടി. അപ്പൊ നമുക്ക് ഈ ടൈം വേസ്റ്റ് ആക്കാതെ അവിടെ പോയി ചായ കുടിക്കാം. വാ. അതെ, നഗറ്റ്സ് ഇവിടെ ഉണ്ട്. നഗറ്റ്സ് കിട്ടിയല്ലോ. രണ്ടുമൂന്നെണ്ണം എടുത്താലോ? ഭാര്യ എടുക്കുന്നു. മനു ഞണ്ട് വറുത്തത് നല്ല സാധനമാണ്. എന്താണ് നല്ലൊരു സാധനം. റിവ്യൂ ചെയ്യണമെങ്കിൽ ഇത് വളരെ നല്ലൊരു ഡിഷാണ്. ഞണ്ടാണ് അയാൾ പറയുന്നത്. ഞാൻ സമ്മതിക്കണോ? സമ്മതിക്കാതല്ല. നേരത്തെ ആ കഷ്ണം ഞാൻ തിന്നു. അല്ല, ഞണ്ടിന്റെ കാര്യമുണ്ട്. കണ്ടോ ഞണ്ടിറക്കി തിന്നാൻ തോന്നുന്നു. വല്ലതൊക്കെ പൊരിച്ച് മരിഞ്ഞ് വന്നായിരിക്കും, വല്ല കമ്പോ വല്ലതും ആയിരിക്കും. വല്ല എന്തോ സാധനം മനസ്സിലാവുന്നില്ല. ഞണ്ടല്ലേ? നഗറ്റ്സായിട്ട് കൊച്ചു പോകുന്നുണ്ടോ? ആ കൊച്ചു വീണ്ടും വരുന്നുണ്ട്. മൂന്നാമത്തെ നഗറ്റ്സ് എടുക്കാനായിട്ട് മനു കൈ നീട്ടിയിരിക്കുകയാണ്. അത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു നഗറ്റ്സ് കൂടെ കഴിച്ചാലോ? കൊച്ചവിടെ വെക്കുമ്പോ ആ കൊച്ചു കാണാതെ എടുക്കുക, അല്ലെ നാണക്കേടാ. അത് എല്ലാരും മനസ്സിലായി. പക്ഷെ വെച്ചിട്ട് പോകുന്നില്ലല്ലോ. രണ്ടും നോക്കട്ടെ, ഇവിടെ നോക്കി കാണാം എത്ര നഗറ്റ്സ് ബാക്കിയുണ്ടെന്ന് പെട്ടിക്കകത്ത്. ഒരെണ്ണേ ഉള്ളൂ, അതാരും എടുത്ത്. അതിന് നഗറ്റ്സ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇല്ല, രണ്ടു പേര് അടുത്ത് വന്നു, പെട്ടി വന്നു. ആ കൊച്ചു കാണാതെ എടുക്കാം. അതെങ്ങനെ എടുക്കണമെന്ന് അറിയാം. തന്നെ ഇത് കണ്ടോ? താൻ ട്രിക്ക് കാണിച്ചു തന്നല്ലോ, അതുപോലെ. ഞാൻ ചൂണ്ടിടാൻ അല്ല, മീൻ പിടിക്കാനേ പഠിപ്പിക്കത്തുള്ളൂ. മീൻ അന്നൊക്കെ മനു എടുക്കുന്ന നോക്ക്. ചേച്ചിയുടെ കഴിച്ചടക്കി. എത്രാമത്തെയാ? 25. 25? ഞാൻ 17 എടുത്തല്ലോ. 50 എണ്ണം തയ്ക്കണമെന്ന് എന്റെ വലിയ ആഗ്രഹം. ടീമേ ഇത് കാണുന്നില്ലല്ലോ അല്ലേ? ടീമേ ഇതൊന്നും കാണുന്നില്ലല്ലോ അല്ലേ? നഗറ്റ്സ് മൊത്തം ഞങ്ങളാ വയറ് വാടകയ്ക്ക്. അയ്യോ, അതെടുത്തോ. ഈ ഗ്യാപ്പിൽ ജ്യൂസ് ഒരെണ്ണം കൂടെ അടിക്കണോ അതോ ചായ കുടിക്കണോ എന്നുള്ളത്. കാരണം ഇപ്പൊ കഴിച്ചേക്കുന്നത് നഗറ്റ്സ്, അത് ചൂടുള്ള ചായ വേണ്ടല്ലേ? ചായ കുടിച്ചിട്ട് വന്നിട്ട് വേണേ ജ്യൂസ് കുടിക്കാം. അതൊരു കാര്യം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുള്ളൂ. അവിടെ വരെ പോകണല്ലോ ചായ കുടിക്കാൻ. അതിനുമ്പ് ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാം. എന്നാ പിന്നെ അങ്ങനെ ഇവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ട് അവിടെ പോകുമ്പോൾ മാത്രമേ സമയം ലാഭമുണ്ട്. അപ്പൊ കുടിക്കണ്ടല്ലോ, ലാഭം ആണോ? ഇത് ചെയ്യാം. അപ്പൊ മനു ജ്യൂസ് മോഡ് ഓൺ. പോട്ടെ വണ്ടി പോട്ടെ. മനുവിനോട് തന്നെ പറഞ്ഞ അടുത്ത് നഗറ്റ്സ് എത്ര നോയി
ഇതെന്ത് ഇത് കഴിഞ്ഞു. പൊടിച്ചോ എല്ലാം കൂടെ എല്ലാവരുടെ? ജ്യൂസ് കിട്ടി. ഇത് പപ്പായ ജ്യൂസാ, കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഇത് കുടിച്ചു, ഗ്രേപ്പ്, വാട്ടർമെലൻ. ഞാൻ വേറൊരു ജ്യൂസ് കുടിച്ചത്, ഒരു ജ്യൂസ് മാത്രം കുടിച്ചോളൂ. ഇത് വേറെ പപ്പായ. ഇത് പല പിള്ളേരാ ഇതും കൊണ്ട് നടക്കുന്നേ. ഇപ്പൊ നമ്മള് ജ്യൂസ് എടുത്ത് വെച്ചില്ലേ, ആ കൊച്ചിന് അറിയത്തില്ല നമ്മള് ജ്യൂസ് കുടിച്ചേ. ഈ കൊച്ചിന് അറിയത്തില്ല. നമ്മൾ ഇവിടെ ചെന്ന് അടുത്ത ജ്യൂസ് കുടിക്കണോ അതോ ചായ കുടിക്കണോ? മതിയോ ജ്യൂസ്? മനു എന്തി? മനുവിനെ കണ്ടില്ല. മനു ആണോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ നിൽക്കാം. ഇവിടെ നമുക്ക് ഫുഡിന്റെ പരിപാടി തുടങ്ങും. ഇവിടെയാണ് നിൽക്കേണ്ടത്. അപ്പുറത്ത് അത് അവിടെ ബുഫേ ഉണ്ട്. ആരാ നിൽക്കുന്നതുണ്ടോ? ആരത്? ഓ, ഉണ്ണിക്കണ്ണൻ. അത് വിജയുടെ പടമാണ്. അവൻ വിജയുടെ ഫാനാണെന്നല്ലേ നടക്കുന്നത്. ഈ രാജ്യത്ത് മാത്രം കാണപ്പെടുന്ന പ്രതിഭാസം, ഫാൻസ് മാറുന്നു. ഒരു പ്രത്യേക ഇനം മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫാൻസ് എന്ന് പറയുന്നത്. ഫാനറ്റിക്. വേറെ രാജ്യങ്ങളിൽ ഇതില്ലെന്നാണ് എന്തോ ഒരു അസുഖം പോലത്തെ ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെ ആവാൻ അഡിക്റ്റ് ആവൂലേ? ഇപ്പൊ കള്ള് ആൽക്കഹോളിക് ആവൂലേ ആൾക്കാര്? അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, രോഗാവസ്ഥയാണ്. അതൊരു ഇതാണ്. ഏതാണ്? ഹസ്കി. വൂൾഫാണോ? ഹസ്കിയാണോ? അല്ല, അത് വൂൾഫാണ്. വൂൾഫ് പോലത്തെ ഹസ്കി ആയിരിക്കും. ഹസ്കി വൂൾഫാണെന്ന് തോന്നുന്നു. ഹസ്കി പോലത്തെ വൂൾഫ് ആയിരിക്കും. അതല്ല, വൂൾഫ് പോലത്തെ ഹസ്കിയെ വരാൻ സാധ്യത. ആ, കാരണം വൂൾഫാണല്ലോ. ഹസ്കിയൊക്കെ എന്ത് ഹസ്കിയൊക്കെ വൂൾഫിനെ കണ്ടെങ്ങാണ്ടുണ്ടായതാ. ആ വഴി പോയപ്പോ കണ്ടുണ്ടായോ? അതെ. വൂൾഫ് എന്ന് പറഞ്ഞാൽ ആരാ? വൂൾഫ് അപ്പുറത്തോടെ വേറെ സാധനം. പേയ്മെന്റ് കൊടുക്കും വേറെ ടീമുകളൊക്കെ. എന്തിന്റെ പേയ്മെന്റ്? ഈ ഇവന്മാരെയോ? ഇവിടെ കൊടുക്കത്തില്ല, പക്ഷെ ബാക്കിയുള്ളത് വിളിച്ചോണ്ടേ കൊടുക്കും. 5000 രൂപ കിട്ടും. ചിലടത്ത് 10000 രൂപ കൊടുക്കും. ഇവരെയൊക്കെ കല്യാണത്തിന് വിളിക്കുന്ന കൊണ്ടുപോയി അവിടെ ചെന്ന് ഡാൻസ് കളിക്കത്തില്ലേ? ആ കിംബോ ടീം ഇവിടെ ഉണ്ട്. ആ, അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചേരം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഓൺ ആക്കുന്നതായിരിക്കും. വീണ്ടും ഓണാക്കിയിട്ടുണ്ടല്ലോ. ഓണാണ്, പിന്നെ ഓഫ് ആക്കിയിട്ട് ഓണാക്കിയിട്ട് ഓണാക്കുന്നതായിരിക്കും. ഇപ്പൊ ഓണാണ് വീണ്ടും. അതെ, ഓണാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളത് സംസാരിക്കാൻ എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതെ. ഓക്കെ, സംസാരിക്കുമല്ലോ, നമ്മൾ കഴിക്കുന്ന കാണിക്കും, കാണിക്കും. കല്യാണം വിത്ത്